ഫോർമാളിലുള്ള PVR Audi 7-ലായിരുന്നു ദേവദാസ് റിലീസ് ഉണ്ടായിരുന്നത്. 2K ലേസർ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സ്പെക്ക് വരുന്നത്. ഷാറുഖ് ഖാൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് PVR ഒരുപാട് സിനിമകളെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടത് 3 സിനിമകളാണ്. ഒന്ന് ഓം ശാന്തി ഓമാണ്. ഓം ശാന്തി ഓം ഒരു ഹോൾസം എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് നമ്മളിത് എത്ര തവണ കണ്ടാലും മതിയാവില്ല. അത് കോമഡി, ഇമോഷൻ, ഡ്രാമ അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു വെൽ പാക്കേജാണ് ഓം ശാന്തി ഓം. പിന്നെ ദേവദാസ് ദിൽസെ, ഈ 2 സിനിമകൾ ഞാൻ കാണാനുള്ള കാരണം ഇതിലെ പാട്ടുകളാണ്. ഇസ്മായിൽ ദർബാറിനെ ആണെങ്കിലും AR റഹ്മാൻ്റെ ആണെങ്കിലും ഈ പാട്ടുകൾ വലിയ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി അത് കിടിലൻ സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 2 സിനിമകളുടെയും ഒറിജിനൽ നെഗറ്റീവ് എല്ലാം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല കിടിലനായിട്ട് തന്നെ ഇവരത് അപ്സ്കെയിൽ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ക്ലാരിറ്റി ആയിരുന്നു ആക്ച്വലി എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. അതിൽ ദേവദാസ് 1917 ശരത്ചന്ദ്ര ചത്തോപാധ്യായയുടെ നോവലിനെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഈ ദേവദാസ് എന്ന് പറയുന്ന ഈ കഥ ഏകദേശം 18 സിനിമകളോളം ഇറങ്ങിയിട്ടുണ്ട്. 18 അതിൽ കൂടുതലേ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആയിരിക്കും ഈ ഷാറുഖ് ഖാൻ അഭിനയിച്ചിരിക്കുന്ന ഈ ദേവദാസ്. പിന്നെ അനുരാഗ് കശ്യപ് ഇതിൻ്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷൻ എടുത്തിട്ടുണ്ട്, അതാണ് ദേവ്ഡി. ഞാൻ പറഞ്ഞല്ലോ, ദേവദാസ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടത് തന്നെ ഇതിലെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയായിരുന്നു. ഇസ്മായിൽ ദർബാർ, പുള്ളിക്ക് അതിനു മുമ്പ് സഞ്ജയ് ലീല ബൻസാലിയുടെ ഹം ദിൽ ദേ ചുക്കേ സനത്തിലെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇസ്മായിൽ ദർബാർ. പിന്നെ പുള്ളിയുടെ കയ്യിലിരിപ്പോണ്ടാണ് പുള്ളിക്ക് അധികം തിളങ്ങാനൊന്നും പറ്റാതിരുന്നത്. കാരണം ഇപ്പോൾ AR റഹ്മാൻ എന്ന് ഓസ്കർ കിട്ടിയ സമയത്ത് AR റഹ്മാൻ ഓസ്കർ കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ളൊരു ആരോപണം. പിന്നെ ഏതോ പുള്ളിയുടെ അസിസ്റ്റൻറ്റിനെയൊക്കെ ദേഹോപദ്രവം ചെയ്തു എന്നൊക്കെയുള്ള അങ്ങനെ കുറേ അലിഗേഷൻസും കാര്യങ്ങളും കുറേ ക്രിമിനൽ കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇസ്മായിൽ ദർബാർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ കയ്യിലിരിപ്പ് കാരണം പുള്ളിക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കാതെ പോയതാണ്. പക്ഷേ പുള്ളി ചെയ്തിരിക്കുന്ന വർക്ക് അത് ഗംഭീരമാണ്, അതിൽ ഒരു സംശയമില്ല. അതിൽ ദേവദാസ് സിനിമ തുടങ്ങുന്നത് തന്നെ സിൽസിലാഹെ ചാഹത് ക എന്ന് പറയുന്ന പാട്ടിൽ നിന്നാണ്. ആ പാട്ടിൽ നിന്നാണ് ശ്രേയ ഘോഷലിന് അന്ന് 16 വയസ്സുള്ളൂ. ഈ 16 വയസ്സുള്ള ആളാണ് ദേവദാസിലെ പ്രധാനപ്പെട്ട പാട്ടുകളെല്ലാം കവിതാ കൃഷ്ണമൂർത്തിയുടെ കൂടെ പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രേയ ഘോഷൽ ആക്ച്വലി അന്നൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സരിഗമപ, സീ ചാനലിലായിരുന്നു. അപ്പോൾ സീ ചാനലുണ്ടായിരുന്ന കുട്ടികളുടെ റിയാലിറ്റി ഷോയുടെ എന്തോ ഒരു പോർഷൻ കണ്ടിട്ട് സഞ്ജയ് ലീല ബൻസാലി ഈ പാട്ട് കേട്ട് അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഇസ്മായിൽ ദർബാറിനോട് പറഞ്ഞ് ഈ സിനിമയിൽ പാടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 16 വയസ്സുള്ളൂ. 16 വയസ്സുള്ള സമയത്താണ് സിൽസിലായ ചാത്തുക ആ പാട്ട് പാടിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനകത്ത് ഡോലാരെ കവിത കൃഷ്ണമൂർത്തിയുടെ കൂടെ പാടിയതും ശ്രേയ ഘോഷലാണ്. അതായത് ഈ സിനിമയിൽ ഐശ്വര്യ റായിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഐശ്വര്യ റായിയുടെ പാട്ടുകൾ മുഴുവൻ ശ്രേയ ഘോഷലിൻ്റെ സൗണ്ടിലാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ശ്രേയയുടെ ശബ്ദം കേട്ടപ്പോൾ സഞ്ജയ് ലീല ബൻസാലി പറഞ്ഞതാണ്, അതായത് ഈ പാറോ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ ആ ഒരു ഇന്നസെൻസ് ഇല്ല, ആ ഇന്നസെൻസിന് ശരിക്കും ശ്രേയ ഘോഷലിൻ്റെ വോയിസ് ഭയങ്കര ആപ്റ്റാണ്. അങ്ങനെയാണ് ശ്രേയനകത്തേക്ക് കൊണ്ടുവന്നത്. ആദ്യത്തെ പടത്തിൽ, അതായത് ഈ ദേവദാസിൽ തന്നെ പുള്ളിക്കാരത്തേക്ക് അതിനുള്ള നാഷണൽ അവാർഡ് കിട്ടി, മികച്ച പ്ലേബാക്ക് സിംഗർക്കുള്ള. ബൈരീപ്പിയ എന്ന് പറയുന്ന പാട്ടിനാണ് ശ്രേയ ഘോഷലിന് നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നീട് ശ്രേയ ഘോഷൽ നമ്മളിപ്പോൾ 2025 ഇന്ന് വരെ നമ്മൾ ശ്രേയ ഘോഷലിന് നമുക്കറിയാം, അതൊരു ലെജൻഡറി സിംഗറായിട്ട് തന്നെ ശ്രേയ മാറി. വല്ലാത്തൊരു ടാലൻ്റാണ്. ആ ടാലൻറ്റ് വന്നത് ആക്ച്വലി ദേവദാസ് എന്ന സിനിമയിലാണ്. അപ്പോൾ ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണല്ലോ. ഒന്ന് ദേവദാസ്, പിന്നെ പാറോ, പിന്നെ ചന്ദ്രമുഖി. ഇതിൽ ചന്ദ്രമുഖി മാധുരി ദീക്ഷിത്തിൻ്റെ ഡോലാരെ വോയിസ് കൊടുത്തിരിക്കുന്ന എല്ലാം കവിത കൃഷ്ണമൂർത്തിയാണ്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട പാട്ട് വരുന്ന മോരേപ്പിയാണ്. ആക്ച്വലി മോരേപ്പിയുടെ ഇൻസ്ട്രുമെൻറ്റേഷനും കാര്യങ്ങളുമൊക്കെ ശരിക്കും എന്തോ ഒരു സംഭവം അതിനകത്ത് നമുക്ക് അത്ര ശുഭമല്ലാത്തൊരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു വല്ലാത്തൊരു ഹൊറർ ടച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെയാണ് ആ പാട്ടിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത്. അതിൽ കിരൺ ഖേർ ഗംഭീര പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഈവൻസും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന ഈ 3 പേരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ദേവദാസ്, പിന്നെ പാറോ, ഈ ചന്ദ്രമുഖി, ഇവർ 3 പേരുടെയും ഈ ഒരു ലൈഫ് കാണിക്കാൻ വേണ്ടി സഞ്ജയ് ലീല ബൻസാലി, പുള്ളിക്ക് എയ്സ്തെറ്റിക്കിൻ്റെ കുറച്ച് അസുഖമുള്ള ആളാണ്. പുള്ളി ഇതിൽ കാണിച്ചിരിക്കുന്ന എസ്തെറ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് എല്ലാം കാണാം. ആ ഒരു വലിയ ഹ്യൂജ് സെറ്റുകൾ തുടങ്ങിയ കാര്യം, അവരുടെ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഷുവറാണ് ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും ബഡ്ജറ്റുള്ള ഇന്ത്യൻ ഫിലിമായിരുന്നു ദേവദാസ്. കാരണം ഈ എസ്തെറ്റിക്കിൻ്റെ അസുഖം കാരണം പുള്ളിക്കാരൻ അതിനകത്ത് ഇതിൽ ചന്ദ്രമുഖി, അതായത് മാധുരി ദീക്ഷിത്തിൻ്റെ ക്യാരക്ടർ ഒരു തവായിഫാണ്. തവായിഫ് എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അപ്പർ ക്ലാസ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നവർ, ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ ആ ഒരു സംഭവത്തിൽ തുടങ്ങിയതല്ല തവായിഫ് എന്ന് പറയുന്നത്. അവർ ഈ പാട്ടുകൾ, പിന്നെ ഡാൻസ്, അതുപോലുള്ള ആർട്ടിന് ഒരുപാട്
കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. പക്ഷേ സമൂഹത്തിലെ ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾ ഇവരെ സ്ഥിരമായിട്ട് കാണാൻ വരികയും പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ദേവദാസി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ദേവദാസി എന്ന് പറയുന്നത് ശരിക്കും പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് എങ്ങനെയാണോ വന്നത് അതിൻ്റെയൊക്കെ ആ ഒരു സംഭവം തന്നെയാണ് തവായിഫിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മാധുരി ദീക്ഷിത്തിൻ്റെ ആ ഒരു തവായിഫ് അവരുടെ ഒരു ആ ഒരു പാലസ് പോലെയാണ് എല്ലാം കാണുന്നത്. ഇതിൽ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ക്ലാസ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാരണമാണ് ദേവദാസും പാറോയും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ നടക്കാതെ പോകുന്നത്. അതായത് മെയിനായിട്ട് പറയുന്നത് അവരുടെ ജാതി അങ്ങനെയുള്ള അന്നത്തെ കാലത്തൊക്കെ ജാതിയൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. ഇന്നും അതെ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയണ്ട. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കിരൺ ഖേറിൻ്റെയും ഐശ്വര്യ റായുടെയും വീട് കാണിച്ചിരിക്കുന്നത് അവർ കാശും കുറച്ച് കുറവാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവരുടെ ആ ഒരു വീട് കണ്ടു കഴിഞ്ഞൊക്കെ പറയും എയ്സ്തെറ്റിക്കിൻ്റെ അസുഖം പിടിച്ച് സഞ്ജയ് ലീല ബൻസാലി എല്ലാം കൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓവർ എയ്സ്തെറ്റിക് എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കിത് ഭയങ്കര ഒട്ടും റിയലിസ്റ്റിക് ആയിട്ട് തോന്നില്ല. അതാണ് ഈ ദേവദാസ് എന്ന് പറഞ്ഞ സിനിമയുടെ നെഗറ്റീവ്. ഭയങ്കര പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഓവർ ദ ടോപ്പാണ്. ഇതിൽ ഷാറൂഖ് ഖാൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു ഐശ്വര്യ റായും മാധുരി ദീക്ഷിത്തും ഒഴികെ ബാക്കിയുള്ള ഈ ജാക്കി ഷ്രോഫ്, കിരൺ ഖേർ, ഷാറൂഖ് ഖാൻ, പിന്നെ ഷാറൂഖ് ഖാൻ്റെ പാരൻസ്, ഷാറൂഖ് ഖാൻ്റെ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർ ഇവരെല്ലാവരും ഒരു ഓവർ ദ ടോപ്പ് ആ ഒരു സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. മെലോ ഡ്രാമയുടെ അതിപ്രസരമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ. ഈ സിനിമയിലെ മെയിൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് സിനിമയാണോ അല്ലെങ്കിൽ നാടകമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ ലൗഡായിട്ടുള്ള പെർഫോമൻസും ലൗഡായിട്ടുള്ള ഡ്രാമാറ്റിക് ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് ദേവദാസ് സിനിമയിൽ വരുന്നത്. പക്ഷേ ഈ സിനിമ 5 നാഷണൽ അവാർഡാണ് മേടിച്ചത്. അതിനകത്ത് 1 വസ്ത്രാലങ്കാരമാണ്, പിന്നെ 1 സെറ്റിങ്സ് അതായത് ആർട്ട് വർക്കിനാണെന്ന് തോന്നുന്നു. പിന്നെ സരോജ് ഖാന് കിട്ടിയത് ഡാൻസ്, അതായത് മികച്ച കോറിയോഗ്രാഫിയുടെ ആയിരുന്നു. ഡോലാരെ എന്നുള്ള ആ ഒരു ഐക്കോണിക് ആ ഒരു ഡാൻസ് സീക്വൻസ് അതിന് നാഷണൽ അവാർഡ് കിട്ടിയതിൽ ഒരു തെറ്റും പറയാനില്ല. പിന്നെ ഈ സിനിമയ്ക്ക് അടുത്ത ഒരു ഹോൾസം എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ശ്രേയാ ഘോഷലിന് കിട്ടിയ ബൈരി പിയ എന്ന് പറയുന്ന ആ പാട്ടിനുള്ളത്. അതൊക്കെ എല്ലാം ഡിസർവിങ് ആയിട്ടുള്ള അവാർഡ്സൊക്കെ തന്നെയാണ്. 1917 എഴുതിയ ഈ ബംഗാളി നോവൽ അന്നത്തെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ശരിക്കും നോക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു ഫ്രീഡം സ്ട്രഗിളും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. കാരണം ഇത് ദേവദാസിൻ്റെ ആ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് തന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആ ഒരു പരമോന്നത ബഹുമതിയൊക്കെ നേടിയ ഒരാളാണ് ദേവദാസിൻ്റെ അച്ഛൻ. അങ്ങനെയുള്ള അത്രയും റിച്ച് ആയിട്ടുള്ള ആ രീതിയിലുള്ളതൊക്കെ ആയിരിക്കും നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കഥ പറയാൻ വേണ്ടി സഞ്ജയ് ലീല ബൻസാലി എസ്തെറ്റിക്കലി ഭയങ്കര എല്ലാ ഫ്രെയിമും എല്ലാ ഡ്രസ്സും എല്ലാവരുടെയും മേക്കപ്പ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും ഇതുവരെ സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഏറ്റവും മനോഹരമായിട്ട് ഷാറൂഖ് ഖാനെ ആണെങ്കിലും ഐശ്വര്യ റായിയെ ആണെങ്കിലും മാധുരി ദീക്ഷിത്തിനെയൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് കാണിച്ചപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതായത് എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയ പോലുള്ള എല്ലാ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ ആക്ച്വലി മിസ്സിങ് ആണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അനുരാഗ് കശ്യപ് ഈ 1917 ഇറങ്ങിയിട്ടുള്ള ആ ഒരു നോവലായിരുന്നു. അപ്പോൾ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് ഓക്കെയാണ്. അന്നത്തെ പ്രശ്നങ്ങൾ അന്ന് അവർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷനായിട്ട് വന്ന ദേവ്ഡി ആക്ച്വലി ഒരു നല്ല ടേക്കായിരുന്നു. ദേവ്ഡി ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ദേവദാസ് എന്ന് പറയുന്ന ഈ നോവൽ പിന്നീട് വലിയൊരു ബിഗ് ക്യാൻവാസിൽ സിനിമയൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ദേവ്ഡി ചെയ്തു വെച്ച പരിപാടി അതാണ്. ദേവദാസ് മരിക്കേണ്ട ആളല്ല. ചന്ദ എന്ത് തൊഴിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതായത് ചന്ദ്രമുഖി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചന്ദ കൽക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അവസാനം ആ ഒരു ദേവ് എന്ന് പറയുന്ന ആൾ പുള്ളിക്കാരൻ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു പീസ്ഫുള്ളായിട്ടൊരു ലൈഫ് ചന്തയുടെ കൂടെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു ട്രാജിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും അങ്ങനെ സിനിമയായിട്ടില്ല. പക്ഷേ സഞ്ജയ് ലീല ബൻസാലിയുടെ സിനിമ നമ്മളാ എസ്തെറ്റിക്കലും പിന്നെ ഇസ്മായിൽ ദർബാറിൻ്റെ ഈ പാട്ടുകൾക്ക് വേണ്ടിയും ശ്രേയാ ഘോഷലും കവിതാ കൃഷ്ണമൂർത്തിയുടെയും ഉദിത് നാരായണൻ്റെയൊക്കെ ഗംഭീരമായിട്ടുള്ള പാട്ടുകളും പെർഫോമൻസിനാണെന്നുണ്ടെങ്കിൽ ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റായ്, മാധുരി ദീക്ഷിത് ഇവരുടെയൊക്കെ നല്ല പെർഫോമൻസ് ബേസ് ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ കാണുമ്പോൾ അതിനകത്ത് ഒരു ക്ലൈമാക്സിൽ നമുക്കറിയാം ഈ ദേവദാസ് എന്ന് പറയുന്ന കഥ എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എല്ലാം അറിയാമെങ്കിലും നമുക്ക് സ്റ്റിൽ ഈ പടം കാണുമ്പോൾ ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് വരുമ്പോൾ അത് സഞ്ജയ് ലീല ബൻസാലി ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഐശ്വര്യ റായ് ഓടി വരുന്നു, ആ ഗേറ്റ് അടക്കുന്നു, ഈ പക്ക ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും നമുക്ക് ഒരു ഫീല് നൽകുന്ന പടമാണ്. സ്റ്റിൽ 2002 ഇറങ്ങി 2025 കാണുമ്പോഴും ഒരു ഫീൽ ഉണ്ടാക്കാൻ ഈ പടത്തിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എസ്തെറ്റിക്കിൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ്. സ്റ്റിൽ ദേവദാസ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഫിലിം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ റീലീസാക്കിയാണെങ്കിലും ഇത് ഗംഭീരമായിട്ട് നല്ല രീതിയിലൊക്കെ ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ദേവദാസ് എന്ന് പറയുന്ന സിനിമ അന്ന് റിലീസിങ് ടൈമിൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കാഞ്ഞതാണ്. അതിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റി. ആക്ച്വലി ഇതുപോലത്തെ ക്ലാസിക് സിനിമകളൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഏത് ക്ലാസിക് റിലീസാണെന്നുണ്ടെങ്കിലും പരമാവധി തിയേറ്ററിൽ പോകാൻ ഞാൻ ശ്രമിക്കും.